ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ് ജെ ഫാമിലി ഹാപ്പി കുക്കിംഗ് ഇൻ വൺ വിത്ത്. ഇന്ന് സെപ്റ്റംബർ 10 ട്യൂസ്ഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള റൈസ് ആയാലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് ഗോബി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. വീട്ടിൽ കോളിഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഫ്രൈഡ് റൈസ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയല്ലോ. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ വിനീഗറും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവറിൽ എന്തെങ്കിലുമൊക്കെ ഇൻസെക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡിൽ നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കോളിഫ്ലവർ ഒരുപാട് നേരം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ എല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അതുകൊണ്ട് 10 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ സാധാരണ പച്ചവെള്ളത്തിലേക്കാണ് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ 15 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ബസുമതി അരിയാണ് എടുക്കുന്നത്. ഇതേപോലത്തെ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി നമുക്ക് എടുത്താലും മതിയാവും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ല നീളത്തിലുള്ള അരി തന്നെ വേണം കേട്ടോ ഫ്രൈഡ് റൈസ് എടുക്കാനായിട്ട്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി ദർബാറാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് 3-4 തവണ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ അരിയെല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കാനായി വെക്കാം. കുക്കർ ചൂടായി വന്നതും അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടായി വന്നതും അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരി മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 കപ്പ് അരി മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നെയ്യിൽ നല്ലപോലെ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് വരെ നമുക്ക് അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് വരെ നല്ലപോലെ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലാണ് അരി എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. അങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ അരി വേവാനുള്ള ഉപ്പ് മാത്രം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തിനാണ് നാരങ്ങാനീര് ഇങ്ങനെ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അരിയെല്ലാം വെന്ത് ചോറായി വരുന്ന സമയത്ത് ചോറ് ഒന്നോടൊന്നും ഒട്ടാതിരിക്കാനാണ് നമ്മളിങ്ങനെ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ. അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരി വേവാനുള്ള ഉപ്പ് മാത്രം നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഉപ്പും നാരങ്ങാനീരും കൂടി ചേർത്ത് കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 1 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഓഫാക്കി കൊടുത്ത ശേഷം 1 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഈ കുക്കറിൻ്റെ പ്രഷറെല്ലാം നമുക്കൊന്ന്
പുറത്തേക്ക് കളയാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം റിലീസ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ അച്ചൂട്ടിൽ തന്നെ കിടന്ന് ചോറെല്ലാം നല്ലപോലെ വെന്ത് അരിയെല്ലാം നല്ലപോലെ വെന്ത് കഞ്ഞി പോലെ ആയിപ്പോവും, പായസം പോലെ ആയിപ്പോവും. ഫ്രൈഡ് റൈസിന് എപ്പോഴും അരി വേവിക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം അരി വെന്താൽ മതിയാവും കേട്ടോ. അതുകൊണ്ട് ഒരുപാടൊന്നും വേവിക്കാനായി നിൽക്കരുത്. അതുകൊണ്ട് നമ്മൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഒരു കയ്യിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് വിസിലൊന്ന് പൊക്കി കൊടുത്താൽ പ്രഷറെല്ലാം പുറത്തേക്ക് വന്നോളും, റിലീസായി പുറത്തേക്ക് പൊക്കോളും. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പുറത്തേക്ക് പോയിട്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള അരി നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ 15 മിനിറ്റ് വരെ കോളിഫ്ലവർ ഒന്ന് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. വിനീഗറും എല്ലാം ഇട്ട് കൊടുത്ത് മാറ്റി വെച്ചിരുന്നു. ആ വെള്ളമെല്ലാം നമുക്ക് കളഞ്ഞെടുത്ത ശേഷം കോളിഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് അത്ര എരിവൊന്നുമില്ല, നല്ല റെഡ് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കോളിഫ്ലവർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവറിലേക്ക് ഒന്ന് തെളിച്ച് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൈ കൊണ്ടൊന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. തെളിച്ച് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതേപോലെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിതവിടെ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടാകുന്നതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് കോളിഫ്ലവർ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം കോളിഫ്ലവർ ഓരോന്നോരോന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്ന് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ എന്താ കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു റെഡ് കളർ വരുന്ന സമയത്ത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാനായിട്ട് നിൽക്കണ്ട. ഇതേപോലെ നല്ല റെഡ് കളർ വന്നാൽ നമുക്ക് കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇങ്ങനെ വെറുതെ കഴിക്കണം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ കോളിഫ്ലവറിൽ വറുത്തെടുത്തിട്ടുള്ള ഈ കോളിഫ്ലവറിൻ്റെ മുകളിലേക്കായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവോളയും അതേപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അതുപോലെ സ്കൂളിലേക്കായാലും ഇതേപോലെയൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാം കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. ഇതിങ്ങനെ വെറുതെ കഴിക്കണം, നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്ക് തന്നെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗോബി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാൻ ചൂടായി വന്നതും അതിലേക്ക് ഞാനിവിടെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് കളറൊന്നും മാറാനായി നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം ഇതേപോലെ നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറെല്ലാം ഒന്നും മാറാനായി നിൽക്കണ്ട. ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഇതിലേക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം വരെ നമ്മൾ നല്ലപോലെ ഒന്ന് സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം നീളത്തിൽ മുറിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ബീൻസ് നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവ്, ഒരു ഹാൻഡ്ഫുൾ അളവ് നമുക്ക് ക്യാബേജും കൂടെ നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ 6 ബീൻസും ക്യാബേജും നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഒരു കൈപ്പിടി അളവ് ക്യാബേജാണ് എടുത്തത്, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 6 ബീൻസും കൂടെ
ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ വെജിറ്റബിൾസ് കുക്കായി കിട്ടാനുള്ള വെന്ത് കിട്ടാനുള്ള ഉപ്പ് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിലേക്ക് പിടിച്ച് കിട്ടാനുള്ള ഉപ്പ് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചോറ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കോഴിഫ്ലവർ വറുത്തെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്നൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതേപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടാണ് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 2 ടീസ്പൂൺ സോയ് സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസുകളെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബസുമതി അരിയുടെ ചോറ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/4 ഭാഗം മാത്രമേ അരി വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അരിയെല്ലാം ഇത് വേവിച്ചെടുത്തിട്ടുള്ള ബസുമതി അരിയുടെ ചോറെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂട്ടിൽ തന്നെ കിടന്നിട്ട് ബാക്കിയുള്ള 1/4 ഭാഗം കൂടെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിലേക്ക് ഈ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാതെ ഇരുന്നത് കേട്ടോ. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഫ്രൈഡ് റൈസ് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കിട്ടും. നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇതേപോലെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ 1/4 ഭാഗം മാത്രമേ ബസുമതി അരി വേവിച്ചെടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി 1/4 ഭാഗം കൂടിയുള്ളത് ഈ ചൂട്ടിൽ തന്നെ കിടന്നിട്ട് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബസുമതി അരി വേവിച്ചെടുക്കുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം വേവിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കോളിഫ്ലവർ കൂടി ചേർത്ത് കുറച്ച് എല്ലാപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിൽ നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം കാഷ്യൂ നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട് വറുത്തെടുത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്ത കാരണമാണ് ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് സ്ഥിരം കൊടുത്തയക്കുന്ന ചോറും കറിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐറ്റമായ ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും അതേപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റൈസ്, ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിത് അവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ, കുഞ്ഞുമക്കൾക്കൊക്കെ ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് റൈസ് ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. തീർച്ചയായിട്ടും അവർ കഴിച്ചോളൂ, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അതേപോലെ സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനായാലും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. സ്ഥിരം കൊടുത്തു വിടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു വിടാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ. തീർച്ചയായിട്ടും അവർ കഴിച്ചോളൂ, അവർ ഹാപ്പി ആവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐറ്റമായ ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുത്തതിന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം മുഴുവനായി കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും ലൈക്സും കമൻസും എല്ലാം കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുന്നത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബെല്ലൈക്കൺ കാണും. അതിന് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കാണും കേട്ടോ. ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയ ഗോബി ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രസ് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. Thanks for watching. Subscribe our channel and support us.